നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു വെടി പോലും ഒരു ഉണ്ട പോലും ഉതിർക്കാതെ എങ്ങനെയാണ് പാകിസ്ഥാൻ ബ്രിട്ടൻ കൈയടക്കിയിരിക്കുന്നത്? വളരെ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം 2% മാത്രമുള്ള പാകിസ്ഥാൻ മുസ്ലിംസ്, ശ്രദ്ധിക്കണം, പാകിസ്ഥാൻ മുസ്ലിംസുകൾ എങ്ങനെയാണ് ഈ പറയുന്ന ലണ്ടൻ രാജ്ഞിയുടെ രാജ്യം ഒരു ജൂനിയർ പാകിസ്ഥാനായി മാറുകയാണോ, ഒരു ലഗിസ്ഥാനായി മാറുകയാണോ? വളരെ വളരെ ചോദ്യങ്ങൾ ഉളവാവുകയാണ്. കാരണം 1947 ആദ്യമായിട്ട് ബ്രിട്ടനാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. 2025 അതേ രാജ്യം ബ്രിട്ടൻ കൈയടക്കാൻ പോവുകയാണ്. ഏകദേശം ബക്കിംഗ്ഹാം പാലസ് വരെ എത്തിയിരിക്കുന്നു. ലണ്ടന്റെ മേയർ, ബെർമിംഗ്ഹാമിന്റെ മേയർ, മാഞ്ചസ്റ്ററിന്റെ മേയർ, പിന്നെ പറയാൻ ലൂട്ടൻ, ഇങ്ങനെ ഒരുപാട് നഗരങ്ങളിൽ 2% മാത്രമുള്ള പാകിസ്ഥാൻ മുസ്ലിംസുകൾ കൈയടക്കി പിടിച്ചിരിക്കുന്നു. ഭരണം അവരുടേതായി മാറിയിരിക്കുന്നു. രീതി എന്ന് പറയുന്നത് ആദ്യം ഒരു മേയറെ പ്രൊജക്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് സെയിം വേ ആണ്. ആദ്യം ഒരു സുമുഖനായിട്ടുള്ള മേയറെ പ്രൊജക്ട് ചെയ്യും. അത് കഴിഞ്ഞ് മേയർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവരെ സ്കൂൾ ബോർഡുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രിട്ടന്റെ സ്കൂൾ ബോർഡിന്റെ തലവൻ ഒരു ഹമീദ് പട്ടേലാണെന്ന് തോന്നുന്നു. അടുത്ത സ്കൂൾ ബോർഡ് വരും. അതിനുശേഷം ലോക്കൽ അസംബ്ലി. ഇങ്ങനെയാണ് ഈ മൂവ്മെന്റ്. അതിനുശേഷം പിന്നെ 10 ഡൗണിങ് സ്ട്രീറ്റ്, അതായത് അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇതാണ് ആ രീതി. മേയർ, സ്കൂൾ ബോർഡ്, അതിനുശേഷം പിന്നെ ലോക്കൽ ബോഡികൾ, പിന്നെ പാലസുകൾ. ഇതൊക്കെയാണ് രീതി എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന 2% മാത്രമുള്ള പാകിസ്ഥാൻ മുസ്ലിംസുകൾ കൈയടക്കി പിടിച്ചിരിക്കുന്നു ഈ പറയുന്ന ബ്രിട്ടൻ. കാരണം നമ്മൾ ഈ പെഹൽഗാമിന് ശേഷം നമ്മൾ കണ്ടതാണ്, ഇന്ത്യൻസ്, സ്പെസിഫിക്കലി ഹിന്ദു ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ബ്രിട്ടനായിരുന്നു. കാരണം താലിബാനിൽ ഇന്ത്യൻ ഹിന്ദുസ് സുരക്ഷിതരാണ്, ഇറാനിൽ സുരക്ഷിതരാണ്, പക്ഷേ ലണ്ടനിലും UK-യിലും ഹിന്ദു സുരക്ഷിതരല്ല. നമ്മൾ കണ്ടതാണ്, പരിഭായി എന്ന് വിളിച്ചുകൊണ്ട് ഒരു പയ്യൻ ഓടിപ്പോകുന്നത് കണ്ടതാണ് അല്ലെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ബ്രിട്ടീഷ് പോലീസ് 90% ബ്രിട്ടീഷ് പോലീസിലെ പലരും ഒറിജിൻ ഓഫ് പാകിസ്ഥാനായി മാറിയിരിക്കുകയാണ്. സോ റാഡിക്കലൈസ്. സോ അവർക്ക് പ്രത്യേക ലോസ് ആണ്. അതായത് ഇന്ത്യൻ ഒറിജിൻ ആൾക്കാർക്ക് വേറൊരു നിയമം, പാകിസ്ഥാൻകാർക്ക് വേറൊരു നിയമം. നല്ല കാൽക്കുലേഷൻ, ഡെമോഗ്രാഫിക് ചേഞ്ച്, അതായത് ലോ ആൻഡ് ഓർഡർ അതിൽ പോലും കടന്നുകൂടിയിരിക്കുകയാണ് അവര്. ഭരണത്തിൽ മാത്രമല്ല, അധികാരത്തിലും എല്ലായിടത്തിലും കടന്നു കയറിയിരിക്കുകയാണ്. 2% എന്ന് പറയുന്ന മുസ്ലിംസ് പാകിസ്ഥാൻ എങ്ങനെ എത്തി ഇവരും? 1947 ആദ്യമായിട്ട് പാകിസ്ഥാൻ വിഭജിച്ച് ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. കാരണം അവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നൊരവസ്ഥയിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന ബ്രിട്ടനും തകർന്നടിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ചീപ്പ് ലേബറിനെ വേണം. അങ്ങനെയാണ് ഈ പറയുന്ന ആദ്യമായിട്ട് പെഷാവറിൽ നിന്നും മുൾട്ടാനിൽ നിന്നും ഇസ്ലാമാബാദിൽ നിന്നൊക്കെ ഒരു കൂട്ടം ആളുകൾ ബോട്ടിൽ കയറി ആദ്യമായിട്ട് ഫസ്റ്റ് ജനറേഷൻ ആദ്യമായി വരുന്നത് എവിടേക്ക്? ലണ്ടനിൽ വന്ന് ഇറങ്ങി, നോർത്ത് ഹാംപ്ടണിൽ വന്ന് ഇറങ്ങി. അങ്ങനെ അവർ ആദ്യകാലങ്ങളിലേക്ക് പറയുന്നുള്ള പകൽ ജോലി എടുക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. അങ്ങനെ ജോലി, വീട്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമൂഹം 2ാം ജനറേഷൻ 3ാം ജനറേഷനിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ പറയുന്ന അവർ വ്യവസായങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സ്റ്റോൾസുകള്, പിന്നെ ടാക്സികള്, പിന്നെ കബാബ് സ്റ്റോറുകള്, ചെറിയ ചെറിയ ഗ്രോസറി സ്റ്റോറുകൾ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ബിസിനസ്സുകൾ. അങ്ങനെ 3ാം ജനറേഷൻ ആയിട്ടുള്ള പാകിസ്ഥാനിലെ മുസ്ലിംസുകൾ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ എന്താണ് വേണ്ടത്? അവർ യൂണിയനൈസ് ആവുകയാണ്. അവർ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് അവഗണനയ്ക്കും അനുഭവിച്ചവരാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മുസ്ലിംസുകൾ. ആദ്യകാലങ്ങളിൽ വെള്ളക്കാർ അവരെ മാറ്റി നിർത്തിയിരുന്നു, അവരെ പക്കീസ് എന്ന് വിളിച്ച് മാറ്റി നിർത്തി, അവർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടി വന്നു. അങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ അവർ സംഘടന രൂപീകരിച്ച് മുന്നോട്ട് വന്നു. 3ാം ജനറേഷനിൽ പണമായപ്പോൾ അവർക്ക് ശരീഅത്ത് ലോ വേണം, മുസ്ലിം കൗൺസിൽസ് വേണം. അങ്ങനെ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് അവരുടെ ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക കൗൺസിൽ കൂടെ. ഇന്ന് 15ഓളം മുസ്ലിം MP-മാരുണ്ട് ഈ പറയുന്ന ബ്രിട്ടനിൽ. ഒരേ ഒരു ഹിന്ദു മാത്രമേ ഉള്ളൂ എൻ്റെ അറിവില്. പലരും ലേബർ പാർട്ടിക്ക്, ലേബർ പാർട്ടിയാണല്ലോ ഭരണത്തിൽ, സ്റ്റാമർക്കും നല്ലൊരു വോട്ട് ചെയ്ത്. ഇവരുടെ തന്ത്രപരമായ രീതി എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവർക്കെതിരായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റേ വ്യക്തിക്ക് ഒരു വോട്ട് ചെയ്യും. അവർ ഫേവറേഴ്സ് ഒന്നുമില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് അവരുടെ അജണ്ടകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പറയുന്ന ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. കാരണം 2% മാത്രം ഉള്ള ഇവർ തീരുമാനിക്കും ബ്രിട്ടൻ ആര് ഭരിക്കുമെന്ന്. അതാണ് ഈ പറയുന്ന അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരെല്ലാം ഡിവൈഡഡ്. ഇവർ 20%, 30% മാത്രമേ പല മണ്ഡലങ്ങളിൽ വോട്ടുള്ളെങ്കിൽ പോലും അവർ തീരുമാനിക്കും. കാരണം അവർ വോട്ട് കൂട്ടമായിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് പോകുന്നത്. ഡിവൈഡ് ഒരിക്കലും പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ലേബർ പാർട്ടി ജയിക്കാനുള്ള കാരണം. കൺസർവേറ്റീവ് പാർട്ടിയിലെ പല സ്ഥാനാർത്ഥികളെയും ഇവര് തെരഞ്ഞു പിടിച്ച് ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു, ഋഷി സുനകിന്റെ പല ആളുകളെയും. സോ എൻറ്റയർ ഇലക്ട്രൽ ഇക്വേഷൻസ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ റാപ്പിഡ് റൈസ് ആണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ. കാരണം
ഇന്ന് അവർ 2%, 3%, 2030 ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് പാകിസ്ഥാൻ മുസ്ലിംസ് 8% ആകുമെന്ന് ഉയർച്ച ചിന്തിക്കുന്നു. ഇവരുടെ വരവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കും? കാരണം വൈ ഡോണ്ട് യു വെറി അബൌട്ട് ഗ്രൂമിംഗ് ഗാങ്സ്, ഗ്യാപ്പ്, അതാണ് വേറൊന്നുമില്ല, ആക്രമണം, വേറൊന്നുമില്ല, നശിപ്പിക്കുക. അത് ഒരു വെടി പോലും ഉയർക്കാതെ ബ്രിട്ടനെ പിടിച്ചടക്കിയിട്ട് കബാബ് ഷോപ്പുകൾ മുഖേന ഗ്രൂമിംഗ് ഗാങ്സ് ഉണ്ടാക്കുക. കുട്ടികളെ പീഡിപ്പിക്കുക, യുവതികളെ പീഡിപ്പിക്കുക, പിന്നെ എന്താ പറയുക, ശരീരത്തിൽ ലോ കൊണ്ടുവരിക, പാരലൽ ബോഡി ഇവർക്ക് അത് വേണം, പിന്നെ മുസ്ലിം കൗൺസിൽസ് കൊണ്ടുവരിക, പിന്നെ അവരുടെ പ്രദേശങ്ങളിലേക്ക് ലോ ആൻഡ് ഓർഡർക്ക് ഇവരുടെ കയ്യിലാണ്. പല സ്ഥലങ്ങളിലും പോലീസ് ഇവരുടെ കൈകളിൽ മാത്രമാണ്. അപ്പൊ അതായത് ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല. ടോട്ടലി ബാഡ്. അതായത് എന്താ പറയുന്നത്, ഈ പറയുന്ന കാൽക്കുലേറ്റ് മൂവി കൂടെ നമുക്കിതിന് ഒരുപക്ഷെ പറയാൻ സാധിക്കും ഇത് പുറത്തുനിന്നുള്ള ഫണ്ട് ഉണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുറത്തുനിന്നുള്ള ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിനുള്ള ഫണ്ടും ആശയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഫണ്ട് ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കാം ഈ പറയുന്ന ഈ 2% മാത്രമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന. അതായത് ഞാൻ പറഞ്ഞ ആദ്യം മേയറിൽ കയറുന്നു, പിന്നെ അവർ തീരുമാനിക്കുന്നു, ആ നഗരത്തിൽ എന്ത് വേണം തീരുമാനിക്കുന്നു, പിന്നെ അവിടുന്ന് മറ്റുള്ളവർ അടിച്ചു ഓടിക്കുന്നു, അങ്ങനെ അവരുടെ മാത്രമായിട്ടുള്ള സംസ്കാരം വളർത്തിയെടുക്കുകയാണ്, അങ്ങനെ നശിപ്പിക്കുക, ബാക്കിയുള്ള ആൾക്കാരെ ഓടിക്കുക. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. 10ഓളം കൗണ്ടികൾ ഇവർ അണ്ടറിലാവുന്ന മെയിൻ കാരണം ഇതാണ്. ഒരു 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 വെടി പോലും ഇതിൽ ഇന്ത്യൻ മുസ്ലിംസിന്റെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അവരവിടെ പക്ഷെ പാകിസ്ഥാൻ മുസ്ലിംസ് ഈ പറയുന്ന ബ്രിട്ടൻ എന്ന അവസ്ഥയ്ക്ക് 90% കാരണം ഇതാണ്. ഈ പറയുന്ന $2.3 ട്രില്യൺ എക്കോണമി മാത്രമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ബ്രിട്ടന്റെ അവസ്ഥ ഗ്രാവറ്റിലേക്ക് പോവുകയാണ്, താഴേക്ക് പോവുകയാണ്. കാരണം ടാക്സ് കിട്ടുന്നില്ല. ഈ പറയുന്ന ഒരു കബാബ് സ്റ്റോറുകളും ഈ പറയുന്ന ടാക്സികളും ഈ പറയുന്ന എന്ത് സ്റ്റോൾ ആയാൽ പോലും പച്ചക്കറി കടയിൽ ഒന്നും ടാക്സ് അടക്കത്തില്ല. എല്ലാം 0% ആനുകൂല്യങ്ങൾ മാത്രം കൈപ്പറ്റുക സർക്കാരിന്. ഇന്ത്യൻസ് അങ്ങനെയല്ല. ഇന്ത്യൻസ് ഒരു പ്രദേശത്ത് വന്നാൽ അവർ ഹൈ പ്രൊഫൈൽ ജോലിക്ക് പോകും. അവർക്ക് തീർച്ചയായിട്ടും നല്ല ജോലികൾ കണ്ടെത്തണം. അവർ ടാക്സ് കൊടുക്കാൻ മടിയില്ല. പിന്നെ ചില ഗുജറാത്തികളൊക്കെ എങ്ങാനും വല്ലോ 5-10 രൂപ എങ്ങാനും വെട്ടിച്ചു എന്നല്ലാതെ മെജോറിറ്റി ഇന്ത്യൻസ് ഒക്കെ എന്താ പറയുന്നത് ടാക്സ് അടയ്ക്കുന്നവരാണ്. അതിലൊന്നും സംശയമില്ല. അപ്പൊ ഈ ഒരു സമൂഹത്തിന് വരവോടുകൂടി സാമ്പത്തികമായിട്ട് ബ്രിട്ടൻ തകർച്ചയിലേക്ക് പോവുകയാണ്. കാരണം 2.3 ട്രില്യൺ. എൻ്റെ അറിവിൽ UN സെക്യൂരിറ്റി കൗൺസിലിനൊക്കെ ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെ പുറത്താക്കണം. കാരണം അവർ ഈ 2.3 ട്രില്യൺ നശീകരണ അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ രാജ്യങ്ങളൊക്കെ. ഇവരൊക്കെ പുറത്താക്കി ഇന്ത്യനെ ഉണ്ടാക്കണം എന്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് മുസ്ലിംസ് അവർ 50കളിൽ വന്നു, ജനറേഷൻ മുഖേന കടന്നു വന്നു, അവർ ബിസിനസ്സിലേക്ക് കടന്ന് അവർ ഈ പറയുന്ന റാഡിക്കലിസ്റ്റ് ചിന്തയിലേക്ക് പോവുകയാണ്. കാരണം പല ജനറേഷനുകളും പാകിസ്ഥാനിലേക്ക് പോയി വന്ന് അവിടുത്തെ ചിന്താഗതി ലണ്ടനിൽ കൊണ്ടുവന്ന് പണമായപ്പോൾ മറ്റുള്ളവർ തല്ലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂടെ സമൂഹമാണ് ബ്രിട്ടൻ. ശാപം.